എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പറയുന്നത് കൃപാസന മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ്. എൻ്റെ പേര് സ്റ്റാൻലി. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത്. എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായി. അതേപ്പറ്റി ഞാൻ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനെല്ലാം നമുക്ക് അപ്പോൾ തന്നെ മാതാവ് അതിൻ്റെ ഫലങ്ങൾ തരും. ആയതിനാൽ നിങ്ങളെല്ലാവരും മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. അതുപോലെ ഞാൻ പറയാൻ കാരണം, ഞാനൊരു 3 മാസം മുമ്പാണ് ഉടമ്പടി എടുത്തത്. പള്ളിയിൽ പോവുകയും ഉടമ്പടി എടുക്കുകയും ആവശ്യമായ കാര്യങ്ങൾ ഞാൻ മാതാവിനോട് അപേക്ഷിക്കുകയും ചെയ്തു. അതിൽ പല പല കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അസുഖമാണ്, പല അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വയറായിരുന്നു, കുടവയറായിരുന്നു. എത്ര എക്സസൈസ് ചെയ്തിട്ട് മാറിയില്ല. എങ്കിലും ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, മാതാവി ഈ വയറൊന്ന് കുറച്ച് തരണേ. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഇത് 2 മാസം കഴിഞ്ഞപ്പോഴേ എനിക്ക് വയറിൻ്റെ കുറവിൻ്റെ അനുഭവം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് വയറ് കുറയുകയും നല്ല രീതിയിൽ നടക്കാനും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മാതാവിൻ്റെ പള്ളിയിൽ പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാൻ സമ്മതിച്ചില്ല, വരാൻ താല്പര്യമില്ലാതായി തിരിച്ചു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്, മാതാവി ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഇവർക്കൊരു അവിടെ വരാനുള്ള ഒരു സന്മനസ് കാണിക്കണേ. പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞു, ഇവരെ കൂടെ വരുമ്പോൾ ഇവർക്ക് കൊണ്ടുപോകാനുള്ളൊരു പൈസയുടെ കുറവ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസ എങ്ങനെ ചെയ്യാമെന്ന്. അന്ന് തന്നെ രാത്രി അവർ സമ്മതിക്കുകയും വരാൻ ശ്രമിക്കുകയും ഞങ്ങളുടെ കൂടെ തന്നെ പിറ്റേ ദിവസം വരാൻ വേണ്ടി സമ്മതിക്കുകയും ചെയ്തു. അതൊരു അത്ഭുതമാണ്. രണ്ടാമതായി, അന്ന് തന്നെ എനിക്ക് അവർ ലോട്ടറി എടുത്തു 5,000 രൂപ കിട്ടുകയും ചെയ്തു. അത് വെച്ച് എനിക്ക് അവരെ കൊണ്ടുപോകാനും അവിടെ തിരഞ്ഞെടുക്കാനും സമ്മതിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ അങ്ങനെ കുറേ ആഗ്രഹം എല്ലാ സാധിച്ചു തന്നിട്ടുണ്ട് മാതാവ്. ഇനി ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ഈ അടുത്തതിൽ പറയുന്നതാണ്. മാതാവിൻ്റെ സ്തോത്രം. കൃപാസന മാതാവിന് നന്ദി. ഹല്ലേലൂയ. മാതാവിനും യേശുക്രിസ്തുവിനും നന്ദി.